എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോകളെല്ലാവരും കാണുന്നു, എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വീഡിയോ മെച്ചപ്പെടുത്താമെന്ന് ഓരോ ദിവസവും നമുക്കിങ്ങനെ തോന്നലുണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മളിതിങ്ങനെ നമ്മുടെ കട ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ സാധനങ്ങൾ വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് നെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഇവിടെ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ്. ആക്ച്വലി നമ്മളൊരു 3 വർഷം മുന്നേ, ഏതാണ്ട് 2.5 വർഷം മുന്നേ നെയിലുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ അന്ന് ആളുകളുടെ റെസ്പോൺസ് വളരെ തണുത്ത ഒരു റെസ്പോൺസായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും നെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേയേറെ ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ആക്ച്വലി നെയിലിൻ്റെ സാധനങ്ങളാണുള്ളത്. ഇവിടെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കുറേയേറെ നെയിലിൻ്റെ സെഗ്മെൻറ്റ്സ്. നമുക്ക് നെയിൽ വൈപ്പ് ചെയ്യാനുള്ള, നെയിലിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് വൈപ്പ് ചെയ്യാനുള്ള സംവിധാനത്തിലുള്ളതാണ്. പിന്നെ കുറേയേറെ സാധനങ്ങൾ വേറെ ഉണ്ട് ഇവിടെ. നെയിലിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ള ഫോയിൽ പേപ്പേഴ്സ്, നെയിലുമായി ബന്ധപ്പെട്ട് കുറേ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സമയം. അതുപോലെ തന്നെ ഇത് നമ്മുടെ അക്രലിക്കിൻ്റെ ജെല്ല് പൗഡർ, അക്രലിക് പൗഡേഴ്സ്, അതുപോലെ തന്നെ ജെല്ല്, നെയിൽ പോളിഷ്, ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും. അതുപോലെ തന്നെ ഫേക്ക് നെയിൽസ്. അതുപോലെ തന്നെ ആളുകളെല്ലാവരും എപ്പോഴും ചോദിക്കണം നെയിൽസിൻ്റെ കാര്യങ്ങൾ. നെയിൽസ് പല വിലയിൽ ഉള്ളതുണ്ട്. ഇതിങ്ങനെ ഒരു ഫുൾ റൗണ്ടിൽ അത് 25 രൂപ മാത്രം വില തന്നെ. അത്ര ക്വാളിറ്റി ഉള്ളതല്ല, എന്നാലും നമ്മുടെ അത്യാവശ്യം കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മുടെ നെയിൽ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിലൂടെ കയറ്റിയിട്ടിട്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ. നെയിലുമായി ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ. ഇതൊക്കെ നെയിൽ ആർട്ടിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഇതെങ്ങനെ ചെയ്യണം എന്താണെന്നുള്ളതൊക്കെ. പിന്നെ ജെൽ, നിങ്ങൾക്കറിയാലോ ജെല്ല് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ നമ്മൾ അതിന് സെപ്പറേറ്റായിട്ട് തന്നെ ജെല്ല് റിമൂവ് ചെയ്യാനുള്ള റിമൂവർ വേണം. സാധാ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ട് ചെയ്താലാവില്ല. പിന്നെ അങ്ങനെ കുറേയേറെ സാധനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇതും പുതിയൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിനെന്തോ ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു, ഗ്ലോ സ്പൈഡർ ജെൽ പോളിഷ്. ഇത് പിന്നെ പൗഡേഴ്സാണ് അക്രിലിക്കിൻ്റെ. അപ്പോൾ ഇങ്ങനെ കുറേ ഫേക്ക് നെയിൽസ് വേറെ ഉണ്ട്. ഇത് IBD എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതേപോലെ 10 നെയിൽസ് വെച്ച് വരുന്ന നെയിൽ ടിപ്സ് 1400 രൂപയാണ് ഇതിൻ്റെ MRP വരിക. ഇതിൻ്റെ ശരിക്കും തീർന്നു പോയതാണ്. ഇതിൻ്റെ വൈറ്റ് കളർ വരും, അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറും വരും, പിങ്ക് കളർന്ന ഒരു കളറും വരും. പിന്നെ ചെറിയ, ഇപ്പം പഠിക്കുന്നവർക്കുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെറിയ 5 രൂപ 10 രൂപയൊക്കെ വരുന്ന ഫേക്ക് നെയിൽസും അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ള കുറച്ച് ടൂൾസ് നമുക്ക് കാണാം. എല്ലാവരും പലർക്കും അറിയാൻ പാടില്ലാതെ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഇത് നമ്മൾ ഡിസൈൻ ചെയ്യാനുള്ള ഓരോ ഇഷ്ടമാതിരി അങ്ങനത്തെ ഡിസൈൻസ് ചെയ്യാനുള്ള ഒരു സെഗ്മെൻറ്റാണ് നെയിൽസിൻ്റെ. നമ്മൾ നെയിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് നമ്മൾ നെയിൽ സ്റ്റാമ്പ് ചെയ്യാനായിട്ട്, ഡിസൈൻ സ്റ്റാമ്പ് ചെയ്യാനുള്ളൊരു സംഭവം. ഫേക്ക് നെയിൽസ് ഇതൊക്കെ വളരെ കുറഞ്ഞതാണ്, നിസ്സാര പൈസയുള്ളൂ. 180 റുപ്പീസ് ആഫ്റ്റർ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് 100 നെയിൽസ്. ഇതെല്ലാം നെയിലുമായി ബന്ധപ്പെട്ട. ഇത് നമ്മൾ നെയിൽ ഒട്ടിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ നേരത്ത് ഒട്ടിക്കാനുള്ള ഷീറ്റ്. അതുപോലെ നെയിൽ സെപ്പറേറ്റർ. നമ്മൾ നെയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് നെയിലിൻ്റെ വർക്ക് ചെയ്യുക. പിന്നെ കുറഞ്ഞ നെയിൽ ഇതുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽസ്. നെയിൽ തന്നെ ടിപ്പ് ഇത് 420 MRP, 380 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ നെയിലിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നെയിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധാ നമ്മുടെ നെയിൽ ക്ലിപ്പല്ല, പലർക്കും കണ്ടിട്ടുണ്ടാവും, എന്നാലും കണ്ട് പരിചയമില്ലാത്തവർക്കാണ് നെയിലിൻ്റെ കട്ട് ചെയ്യാനുള്ള, പൊട്ടിപ്പോവാത്ത രീതിയിൽ സിംപിളി നല്ല ഡിസൈനിൽ കട്ട് ചെയ്യാനുള്ള ഒരു, അങ്ങനെ കുറേ ഒരു വൈഡ് റേഞ്ച്. ഇത് നമുക്ക് അക്രലിക് പൗഡറൊക്കെ മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു, നമ്മൾ പാലറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്യാനുള്ള സാധനം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും
ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവവും അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളൊരു സംഭവമാണ്. നമ്മളൊരു പുതിയ ക്ലാസ്സിലേക്കൊക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്താണ് വീണ്ടും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്നത്. അതിൽ തന്നെയുള്ള നെയിലിൻ്റെ ഉപയോഗിക്കാനായിട്ടുള്ള ഇതും ഇങ്ങനെ തന്നെ നിങ്ങൾ ഇഷ്ടംമാതിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഡിസൈൻ ചെയ്യാനുള്ള കുറേ പഞ്ച് ചെയ്ത് ഡിസൈൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ. ഇത് അതുപോലെ തന്നെ നമുക്ക് നെയിലിൻ്റെ ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച സാധനം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വലിച്ചെടുക്കാനുള്ളത്. അങ്ങനെ കുറേയേറെ സാധനങ്ങൾ നമ്മളുടെ ഈ ഒരു സെഗ്മെൻറ്റിലുണ്ട്. പലരും അയ്യോ ഇതിവിടെ ഉണ്ടായിരുന്നോ എന്ന് ഇവിടെ വന്ന് കണ്ടു കഴിയുമ്പോഴേ പറയും അയ്യോ ഞാനിത് കുറേ സ്ഥലത്ത് അന്വേഷിച്ചു ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന ഇഷ്ടംമാതിരി ആളുകൾ. അതുപോലെ തന്നെ നെയിലിൻ്റെ ഡിസൈൻ ചെയ്യാനുള്ളതാണ്. നെയിൽ ബ്രഷസ്, ടിപ്പിൽ പല ഡിസൈൻസ് ചെയ്യാനുള്ള ഈ കാണുന്ന ബ്രഷസ് മുഴുവൻ അതിലുള്ളതാണ്. നമ്മുടെ അടുത്ത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 60 രൂപ റേഞ്ച് മുതൽ 4500 രൂപ വില വരുന്ന നെയിലിൻ്റെ ബ്രഷ് ഉണ്ട്. ബ്രാൻഡഡ് സാധനത്തിന് അനുസരിച്ച് വില കൂടും. ഇതാണ് നമ്മളുടെ നെയിലിൻ്റെ ഒരു സെക്ഷൻ. പിന്നെ അപ്പുറത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് കോമ്പ്, പല ടൈപ്പ് കോമ്പുകൾ ഇതാണ്. അപ്പോൾ ഞാനിതിൽ ഇനി കുറച്ച് പലരും നമ്മളുടെ അടുത്ത് പലപ്പോഴും ഇതുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്ന 1-2 പ്രൊഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് നെയിലിൻ്റെ ഗ്രൈൻഡർ. നെയിൽ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മെഷീനാണ്. ഇതിലിങ്ങനെ ഒരു ഗ്രൈൻഡ് ചെയ്യാനുള്ള ഒരു ഇത് കൂടി ഉണ്ടാവും. ഇത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ നെയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ അകത്തുനിന്നൊരു നമുക്ക് ഇങ്ങനെ ചെയ്യണ സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു LED ലൈറ്റ് കൂടി അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഏറ്റവും ചെറിയതാണ്. ഇതിന് ഒന്ന് റൈറ്റിലേക്ക് കറങ്ങിയാൽ നെക്സ്റ്റ് വീണ്ടും ഈ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ അടുത്ത ഡയറക്ഷനിലേക്ക് കറങ്ങും. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇവിടുന്ന് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ഈ കാറ്റഗറിയിലുള്ള ഗ്രൈൻഡറിൻ്റെ ഏറ്റവും ബേസിക് വേർഷനാണ്. ഇനി ഇതിൻ്റെ അടുത്തൊരു സെഗ്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ വില 2550 രൂപ MRP. നമ്മളിവിടെ കൊടുക്കുന്നത് 2320 രൂപ. ഇനി അതിൻ്റെ തന്നെ അടുത്തൊരു കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ വേർഷനാണ്. നമുക്ക് ഇതേപോലെ തന്നെ റീചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്ന ഇത്രയും ഓപ്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഗ്രൈൻഡ് ചെയ്യുന്ന ഇത് തന്നെ പല ഡിസൈനിൽ പല ഓപ്ഷൻ ഉണ്ട്. ഇതുപോലത്തെ തന്നെ ചെറിയൊരു പെൻ ടൈപ്പ് മെഷീനാണ്. നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാം. ഇവിടുന്ന് ചാർജ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇവിടുന്ന് ചാർജ് ചെയ്യുക, ഇവിടുന്ന് അറ്റാച്ച് ചെയ്യാം കഴിയുന്ന രീതിയിൽ ഒരു സിമ്പിൾ മെഷീനാണ്. ഇതിനും റേറ്റ് 2550 MRP. 2150 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ നെയിൽ ഗ്രൈൻഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയ വേർഷൻ ഇത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വന്നിട്ടുള്ളൂ. നമ്മളിവിടെ വിറ്റിട്ടുള്ളതാണ്. മാനിക്യൂർ ചെയ്യാനായിട്ടുള്ള പ്രൊഫഷണൽ കറക്റ്റായിട്ട് എഡീഷണൽ പാക്ക്. നോക്കൂ, ഇത് നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടാനും ഡ്രില്ലിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും കഴിയുന്ന അതിൻ്റെ ഒരു കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഡിവൈസ് കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു കൺട്രോൾ പാനലുണ്ട്. ബാക്കിയൊക്കെ സാധാ ഇതുപോലെ തന്നെ, പക്ഷേ ഹെവി ക്വാളിറ്റി കണ്ടാൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. തൊട്ടാൽ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി. തരത്തിലുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഗ്രിപ്പുകൾ ഗ്രൈൻഡ് ചെയ്യാനുള്ളതുണ്ട്. ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് 4800 രൂപ MRP. നമ്മൾ വിൽക്കുന്നത് 4100 രൂപയ്ക്കാണ്. അപ്പോൾ ഇത് ഈ ഒരു മേഖലയിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു മെഷീനാണ്. ഇത് അതിൻ്റെ അടുത്തൊരു വേർഷനാണ്. ഇത് കുറേ കൂടി പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ അതിൻ്റെ കൺട്രോളും അതുപോലെ തന്നെ നമുക്ക് അത് ഓണാക്കാനും ഓഫ് ചെയ്യാനുമുള്ള കൺട്രോൾ നമുക്ക് താഴെ കാലിൻ്റെ ചുവട്ടിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് തന്നെ എല്ലാം കണക്ട് ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടിയുണ്ട്. നെയിൽ മാസ്റ്റർ. ഓക്കെ, ഇതൊക്കെ എത്ര പേർക്ക് വർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കാനുള്ള സമയം ഒരു ചെറിയൊരു വീഡിയോയിൽ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 6930 രൂപയാണ്. നമ്മൾ വിൽക്കുന്നത് 6300 രൂപയ്ക്കാണ്. അതുപോലെ തന്നെ നെയിൽ ഉണക്കുന്നതിനുള്ള ജെൽ നെയിൽ പോളിഷ്, ഈ നമ്മളീ പറയുന്ന നെയിൽ ആർട്ട് ചെയ്യുന്ന ആളുകൾ നെയിൽ പോളിഷൊക്കെ ഉണക്കുന്നെങ്കിൽ ഇതുപോലത്തെ ഒരു മെഷീനിൽ വെച്ചിട്ട് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ സാധാ നെയിൽ പോളിഷ് അടിച്ചിട്ട് ചെയ്യുന്ന പോലെയല്ല. ഇത് 48 വാട്ട്സിൻ്റെയാണ്. ഇതിൻ്റെ റേറ്റ് കൂടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് 4200 രൂപ MRP വരുന്ന മെഷീൻ നിങ്ങൾക്ക് 3490 രൂപയ്ക്കാണ് ലഭിക്കുക.
അത് വാട്ട്സ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരിക. ഇത് അടുത്തൊരു സെഗ്മെൻറ്റിലുള്ളതാണ്. ഇതിന് 1600 രൂപയോളം മാത്രം വില വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു നമ്മുടെ നെയിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ള മെഷീൻസ്. അങ്ങനെ നെയിൽ ആർട്ടിസ്ട്രി ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എല്ലാവിധ സാധനങ്ങളും നമ്മുടെ അടുത്ത് ഉണ്ട്. പലർക്കും അത് അറിയില്ല. അതേപോലെ തന്നെ നമുക്കിത് നെയിൽ പാഡ്, നമുക്ക് കൈ വയ്ക്കാനുള്ള നെയിൽ പാഡ്, നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് കൈ വയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമ്മുടെ കൈ റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം കൂടി. അങ്ങനെ ഇതിൻ്റെ കുറേ നെയിൽ ആർട്ടിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പലർക്കും അറിയില്ല. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ, ഞങ്ങൾ കുറേ അന്വേഷണം നടന്നെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് മാത്രം വിചാരിച്ചു. അങ്ങനെ നെയിലുമായി ബന്ധപ്പെട്ട് കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട്, അതുപോലെ അതിൻ്റെ ചിലർക്ക് ഈ മെഷീൻ മേടിച്ചതിന് ശേഷം രണ്ടാമത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് വേണമെങ്കിൽ, കാരണം ഇതിൻ്റെ റോഡിൻ്റെ കണക്ഷൻ ചെയ്യുന്ന ആ റോഡ് എല്ലാ സൈസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് മെഷീനിലും പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ സ്യൂട്ടാവുന്ന രീതിയിൽ അതും അവൈലബിൾ ആണ്. ഇത് നമുക്ക് ബ്യൂട്ടി പാർലർ മേഖലയിൽ ഇപ്പോൾ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, എനിക്കറിയാം വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ആളുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇപ്പോൾ നമ്മുടെ ഈ കാണിച്ചിരിക്കുന്ന ഇവിടെ മുതൽ അവിടം വരെ കാണിച്ചിരിക്കുന്ന ആ സെഗ്മെൻറ്റിനെ കുറിച്ച് ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ പോലും എല്ലാം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇതിൻ്റെ മോണോമർ, ഇതിൻ്റെ ജെല്ല്, ഇതിൻ്റെ അക്രലിക് പൗഡേഴ്സ്, അങ്ങനെ ഒരു പ്രൈമേഴ്സ്, അങ്ങനെ വലിയൊരു റേഞ്ച് തന്നെ. നമ്മൾ ഹെയർ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വൈഡ് റേഞ്ചും, അതേപോലെ തന്നെ അടുത്തൊരു എന്താ പറയുക, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് ഒത്തിരി ഒരു പുതുമകൾ കൊണ്ടെത്താനും കഴിയുന്ന ഒരു ഫീൽഡായി ഇന്ന് നെയിൽ കെയർ എന്ന് പറഞ്ഞ് തന്നെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കാര്യങ്ങളും അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അത് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളും ഫ്യൂച്ചറിൽ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നുണ്ട്. തൽക്കാലം ഇത്രയൊക്കെ ഈ ഒരു നെയിൽ കെയറുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നതിന് മാത്രം ആണ് ഞാൻ ഈ സമയമെടുത്തത്. ഇനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പ്രൊഡക്റ്റ് ഇൻട്രൊഡക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്ത് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനുള്ളൊരു പ്രതീക്ഷയിലല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ കട പലരിലേക്കും എത്തിക്കാൻ കഴിയുന്നൊരു മീഡിയമായിട്ട് യൂട്യൂബ് ചാനൽ മാറിയിട്ടുണ്ട്. ഇവൻ എറണാകുളത്ത് നിന്ന് പോലും, നമ്മൾ ഈ എറണാകുളത്ത് 6 വർഷമായിട്ട് പോലും അയ്യോ ഇങ്ങനെയൊരു കട കണ്ടില്ലല്ലോ, ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് പറഞ്ഞ് 35 വർഷം 50 വർഷം ഒക്കെ എന്താ പറയുക, ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നൊരു ചേട്ടൻ വിളിച്ചിരുന്നു. താങ്ക് യു. നിങ്ങളുടെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആ ചേട്ടൻ വിളിച്ചിരുന്നു. ആ ചേട്ടൻ്റെ പേര് ഞാൻ വിട്ടുപോയി. പുള്ളി കടയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുറേയേറെ ആളുകളെ നമ്മുടെ കടയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഈ ചാനൽ ഏത് രീതിയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി താഴെ എഴുതിയിടാം. ഒപ്പം തന്നെ നിങ്ങളുടെ ബ്യൂട്ടീഷ്യൻ സുഹൃത്തുക്കൾക്ക് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുക. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.